നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയ 2020 ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ലോകം, പ്രത്യേകിച്ച് ക്രിക്കറ്റ് ലോകം, ക്രിക്കറ്റ് ആരാധകർ ഒക്കെ വലിയ ഞെട്ടലിലാണ്. ഓസ്ട്രേലിയ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുക ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ അത് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ അതുമായി ആളുകൾ പൊരുത്തപ്പെട്ട് തുടങ്ങി. ഇനി അവർ ആലോചിക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ പുറത്തായത്, ഇത്ര വേഗം പുറത്തായത്. ഒന്നുകിൽ സെമി ഫൈനലിലോ എത്തിയിട്ടൊക്കെയാണ് തോറ്റതെങ്കിൽ പോലും അങ്ങനൊരു ഷോക്ക് അവർക്കില്ല. പ്രത്യേകിച്ചും നിലവിലെ ഏകദിന ലോക ചാമ്പ്യന്മാരാണ് അവർ. അപ്പോൾ ഓസ്ട്രേലിയ എല്ലാ അർത്ഥത്തിലും, അത് ചെറിയ തോൽവികളല്ല, സിംബാബ്വേയെയും ശ്രീലങ്കയും പോലെ താരതമ്യേന ദുർബലരായ ടീമുകൾക്ക് മുന്നിലാണ് ഓസ്ട്രേലിയ തീർത്തും മങ്ങിയ രീതിയിൽ അടിയറവ് പറഞ്ഞത്. സിംബാബ്വേക്ക് ഞെട്ടിച്ചു കളഞ്ഞു ഓസ്ട്രേലിയക്ക് സിംബാബ്വേക്ക് മുന്നിൽ ഉത്തരമുണ്ടായിരുന്നില്ല. പിന്നീട് അതിനിർണായകമായ എങ്ങനെയും ജയിച്ചേ മതിയാകൂ എന്ന നിലയിൽ ശ്രീലങ്കയുമായി കളിച്ചപ്പോഴും ശ്രീലങ്കയോടും തോറ്റു. അതും എങ്ങനെ? 8.3 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 104 റൺ അടിച്ചു കൂട്ടിയതിന് ശേഷമാണ്. അവരുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സായ മിച്ചൽ മാർഷ് അവരുടെ ക്യാപ്റ്റൻ കൂടിയാണ്. ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും. ട്രാവിസ് ഹെഡിനെ നമുക്കറിയാലോ. ട്രാവിസ് ഹെഡൊക്കെ കുടത്തുനിന്ന് വിട്ട ഭൂതത്തെ പോലെയാണ്. അടി തുടങ്ങിയാൽ പിന്നെ അവസാനിപ്പിക്കില്ല. അങ്ങനെയുള്ള ട്രാവിസ് ഹെഡും മിച്ചൽ മാർഷും കൂടി 8.5 ഓവറിൽ, അതായത് 51 പന്തിൽ 104 റണ്ണ് അടിച്ചതിന് ശേഷമാണ് ശ്രീലങ്കയോട് ദയനീയമായി ഓസ്ട്രേലിയ തോറ്റത്. ആ 104 റണ്ണ് അടിച്ചതിന് ശേഷം ടോപ്പ് ഓർഡർ കൂട്ടത്തോടെ തകരുന്നു. പിന്നീട് ഏതാണ്ട് കുറച്ച് മാക്സ്വെല്ലും ഒക്കെ ചേർന്ന് കുറച്ച് മെച്ചപ്പെടുത്തി 160 റണ്ണ് വരെ എത്തിയപ്പോൾ വീണ്ടും ഒരു കൂട്ടത്തകർച്ച. മിഡിൽ ഓർഡർ കൂട്ടമായിട്ട് തകർന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഓസ്ട്രേലിയ 230 240 റണ്ണ് ചുരുങ്ങിയത് എടുക്കുമെന്ന് എല്ലാവരും കരുതുന്ന സാഹചര്യത്തിൽ 180 സംതിങ് റണ്ണിൽ അവസാനിക്കുകയാണ് ഓസ്ട്രേലിയയുടെ ഇന്നിങ്സ്. 20 ഓവർ അപ്പോഴേക്ക് കഴിഞ്ഞു. എന്നാൽ ഈ 180 അത്ര മോശം സ്കോറൊന്നുമല്ല, ജയിക്കാവുന്ന ഒരു സ്കോർ തന്നെയാണ്, നല്ല സ്കോർ തന്നെയാണ് 180. പക്ഷേ ആ 180നെയും ഡിഫെൻഡ് ചെയ്യാൻ ഓസ്ട്രേലിയൻ ബൗളർമാർക്ക് കഴിഞ്ഞില്ല. ശ്രീലങ്കയുടെ പത്തും നിസംഗ അടിച്ച് തകർത്ത് കളഞ്ഞു, അവരെ നാനാവിധമാക്കി കളഞ്ഞു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സിംബാബ്വേക്കും ശ്രീലങ്കയ്ക്കും മുന്നിൽ അടിയറവ് പറഞ്ഞുകൊണ്ടാണ് ഓസ്ട്രേലിയ നാണം കെട്ടാണ്, തല കുനിഞ്ഞാണ് 2020 ലോകകപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അവരുടെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ ഒരു ഇന്നിങ്സൊക്കെ, ഇപ്പോൾ മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡും ഒക്കെ ഇങ്ങനെ ഈ ശ്രീലങ്കയ്ക്കെതിരെ കളിച്ചു എന്നല്ലാതെ ആരും അത്ര മെച്ചപ്പെട്ട കളിയൊന്നും കളിച്ചില്ല. മിഡിൽ ഓർഡർ തീർത്തും പരാജയപ്പെട്ടു. ഇനി ബൗളർമാരിലേക്ക് വന്നാലോ, അവരുടെ 2 സ്പെഷ്യലിസ്റ്റ് 2020 മികച്ച ബൗളർമാർ എന്ന് അവർ പറയുന്ന നഥാൻ എല്ലിസും ആദം സാംബയും രണ്ടുപേരും പരാജയപ്പെട്ടു. രണ്ടുപേരും പൂർണ്ണമായും പരാജയപ്പെട്ടു. രണ്ടുപേരും 2020 സ്പെഷ്യലിസ്റ്റുകളാണ്. പക്ഷേ ദയനീയമായി പരാജയപ്പെട്ടു. കാമറൂൺ ഗ്രീൻ അധികമൊന്നും ബൗൾ ചെയ്തില്ല. മാക്സ്വെൽ ബൗൾ ചെയ്തപ്പോൾ ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇങ്ങനെയൊക്കെ ആണ് അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ എന്താണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന്, പ്രത്യേകിച്ച് ഈ ടീമിന് ഇവിടെ 2020 ലോകകപ്പിൽ സംഭവിച്ചത്? പ്രധാനപ്പെട്ട കാരണം ജോഷ് ഹേസൽവുഡ് എന്ന അവരുടെ ഏറ്റവും മികച്ച ബൗളർക്ക് പരിക്കേറ്റ അവസാന നിമിഷം പിന്മാറേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. ജോഷ് ഹേസൽവുഡാണ് ആദ്യ ഓവറുകളിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയ എല്ലാ കാലത്തും 2020-ൽ, സമീപകാലത്തെല്ലാം 2020-ൽ മികച്ച തുടക്കം നൽകിയിരുന്നു. ആ ജോഷ് ഹേസൽവുഡ് കളിച്ചില്ല. ജോഷ് ഹേസൽവുഡിന് പകരം വന്നതോ സ്റ്റീവ് സ്മിത്ത് എന്ന ലോകോത്തര ബാറ്റർ. അദ്ദേഹത്തെ ആദ്യം തന്നെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. പകരക്കാരനായി അദ്ദേഹത്തെ കൊണ്ടുവന്നു, കാര്യമുണ്ടായില്ല. ശ്രീലങ്കയ്ക്കെതിരെ അദ്ദേഹം കളിച്ചില്ല. ഇനി മാറ്റ് റെൻഷോ, ഇവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ കളികളിലെല്ലാം നല്ല മികച്ച 2 ഇന്നിങ്സ് കളിച്ച മാറ്റ് റെൻഷോയെ ശ്രീലങ്കയ്ക്കെതിരായ കളിയിൽ ഇറക്കിയതുമില്ല.
ഈ മാക്സ്വെലിനെയൊക്കെ നമുക്കറിയാം. മാക്സ്വെലിന് കേൾക്കുമ്പോഴേ ഒരു ഉൾഭയം ഉണ്ടാവും നമുക്ക്. അമ്മാതിരി അടിക്കുന്ന മാക്സ്വെൽ, കാമറൂൺ ഗ്രീൻ, കൊണോലി എന്ന അവരുടെ പുതിയ സെൻസേഷൻ, ഇവരെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടു. അവരുടെ വെടിക്കെട്ട് വീരനായ വിക്കറ്റ് കീപ്പർ ജോഷ് ഇംഗ്ലീഷ്, ആരും നിലം തൊട്ടില്ല, ആരും നന്നായി കളിച്ചില്ല. എല്ലാ അർത്ഥത്തിലും സമ്പൂർണ്ണ പരാജയം. ഒരു മേഖലയിലും അവർക്ക് മികച്ചു നിൽക്കാൻ പറ്റിയില്ല. ബാറ്റിങ്ങിലും പറ്റിയില്ല, ബൗളിങ്ങിലും പറ്റിയില്ല. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും തോൽക്കുകയല്ലേ ഉള്ളൂ. അതേസമയം അവരുടെ എതിർ ടീമുകളായ അവരെ തോൽപ്പിച്ച, അവരെ അട്ടിമറിച്ച സിംബാബ്വേയും ശ്രീലങ്കയും മികച്ച കളി പുറത്തെടുക്കുകയും ചെയ്തു. വളരെ അച്ചടക്കമുള്ള, ഗംഭീര, ഏത് സാഹചര്യത്തിലും ധൈര്യം വിടാതെ പിന്നെ മികച്ച നിലയിൽ സ്വന്തം ടീമുകളെക്ക് വേണ്ടി കളിച്ച അവരുടെ ടീമുകളെ ജയിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ പതും നിസംഗ ശ്രീലങ്കയ്ക്ക് വേണ്ടി കളിച്ചത് ഒരു ഗംഭീര ഇന്നിങ്സ് ആയിരുന്നു. ആ ഒരു സെഞ്ചുറി അടിച്ചുകൊണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയെ കളിയിൽ നിന്ന് തീർത്തും പുറത്താക്കി. അതുതന്നെയാണ് സിംബാബ്വേക്കും ഒരു കൂട്ടം മികച്ച കളിക്കാരുണ്ട്. അവരുടെ മുന്നിൽ പിന്നെ ഓസ്ട്രേലിയ നിരാശാജനകമായി, അവർക്ക് ഓസ്ട്രേലിയക്ക് മറികടക്കാവുന്ന ഒരു സ്കോറേ ഉണ്ടായിരുന്നുള്ളൂ. അതും നേടാനായില്ല. അങ്ങനെ സിംബാബ്വേക്കൊക്കെ മുന്നിൽ അപമാനിക്കപ്പെട്ടു ഓസ്ട്രേലിയ. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ കുറേ കാലമായി മികച്ച ബൗളർമാരെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, പാറ്റ് കമ്മിൻസ് ഇത്തവണ ലോകകപ്പ് കളിക്കാൻ പറ്റില്ല, 2020 ലോകകപ്പ് കളിക്കാൻ പറ്റില്ല, പരിക്ക്. ജോഷ് ഹേസൽവുഡ് പരിക്ക്. മിച്ചൽ സ്റ്റാർക്ക് നേരത്തെ തന്നെ 2020 നിന്ന് വിരമിച്ചു. ഈ 3 ബൗളർമാർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൗളർമാരാണ്. അപ്പോൾ ഈ 3 ബൗളർമാർ കാലങ്ങളായി, ഒരുപക്ഷെ ഒരു ദശകത്തിലധികമായി ഓസ്ട്രേലിയ വിജയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട നിർണായക സംഭാവന നൽകുന്നത് ഈ 3 ബൗളർമാരാണ്. ഈ 3 ബൗളർമാർക്ക് അപ്പുറത്തേക്ക് ഓസ്ട്രേലിയക്ക് ആരും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദയനീയമായ അവസ്ഥയാണ്, പ്രത്യേകിച്ച് പരിമിത ഓവർ ക്രിക്കറ്റിൽ. നഥാൻ എല്ലിസിനെയും ആദം സാംബയെയൊക്കെ പോലെ വളരെ ശരാശരിയായ ബൗളർമാരെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അവരെയൊക്കെ അവർ സ്പെഷ്യലിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത് 2020 പക്ഷേ ഒരു കമ്മിൻസിനോ ഒരു ജോഷ് ഹേസൽവുഡിനോ ഒരു സ്റ്റാർക്കിനോ ഉണ്ടാക്കാവുന്ന ഒരു എഫക്റ്റ് അത് ഈ ബൗളർമാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ ഭാവി എന്തായിരിക്കും? കമ്മിൻസും സ്റ്റാർക്കും ജോഷ് ഹേസൽവുഡും ഏതാണ്ട് ഒരേ സമയം തന്നെ വിരമിച്ച് പോകാനാണ് സാധ്യത. അതിന് ഇനി 1-2 വർഷം പരമാവധി. അത് ചിലപ്പോൾ അതിൽ കൂടുതൽ കളിച്ചാലും അതിനപ്പുറത്തേക്ക് ആരെയാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത്? ആരും കണ്ടെത്തിയിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഓസ്ട്രേലിയക്ക് എക്കാലത്തും മികച്ച ബൗളർമാരുണ്ടായിരുന്നു. മക്രാത്തും ഗില്ലസ്പിയും ബ്രെറ്റ്ലിയും പിന്നീട് മിച്ചൽ ജോൺസണും, അങ്ങനെ എല്ലാ കാലത്തും. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിലധികമായി മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും ജോഷ് ഹേസൽവുഡും, അങ്ങനെ മികച്ച ബൗളർമാരുണ്ടായിരുന്ന ഷെയ്ൻ വോണിന് ശേഷം വന്നത് ആദം സാംബയാണ്, ലെഗ് സ്പിന്നർ. ഷെയ്ൻ വോൺ, സ്റ്റുവർട്ട് മാക്ഗിലിനെയൊക്കെ പോലെയുള്ള മികച്ച ലെഗ് സ്പിന്നേഴ്സ് ഉണ്ടായിരുന്ന ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ആദം സാംബയാണ്. ആദം സാംബ തന്നെ വൈറ്റ് ബോളിലേ കളിക്കുന്നുള്ളൂ, ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇല്ല. ടെസ്റ്റിൽ അവർക്ക് നഥാൻ ലയനെ പോലെ ഒരു ഓഫ് സ്പിന്നറാണ് അവരുടെ സ്ഥിരം ഒരു സ്പിന്നർ എന്ന് പറയുന്നത്. വൈറ്റ് ബോൾ ക്രിക്കറ്റ് മാത്രം കളിക്കുന്ന ആദം സാംബ ഷെയ്ൻ വോണിൻ്റെ കുറിച്ചൊന്ന് ഏരിയയിൽ പോലും വരില്ല. ഷെയ്ൻ വോണിൻ്റെ പേര് പറയുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു പേരേ അല്ല ആദം സാംബ. അപ്പോൾ ആ നിലയിലേക്ക് ഓസ്ട്രേലിയ വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയെ എങ്ങനെ ഓസ്ട്രേലിയ മറികടക്കും എന്നതിനനുസരിച്ചിരിക്കും അവരുടെ ഭാവി. ഒരു സംശയം വേണ്ട, ഏത് തരം പ്രതിസന്ധികളെയും മറികടക്കാൻ പാകത്തുള്ള പ്രൊഫഷണലിസം കൈമുതലായുള്ള ഒരു ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് ഓസ്ട്രേലിയക്കുള്ളത്. അതവർ മുൻകാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികൾ അവസരങ്ങളായിട്ട് കാണുന്ന ആളുകളാണ് ഓസ്ട്രേലിയക്കാർ. അത് കളിയിലായാലും കളിക്ക് പുറത്തായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ ഇതിലൊക്കെ പതറിപ്പോവും എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. അവർക്ക് വലിയ ടാലൻറ്റ് പൂൾ തന്നെ ഉണ്ട് അവരുടെ രാജ്യത്ത്. മികച്ച ക്രിക്കറ്റ് കളിക്കാൻ കഴിവുള്ള ഒട്ടേറെ കളിക്കാരെ അവർ കണ്ടെത്താൻ കഴിയുന്ന ഒരു സിസ്റ്റം അവർക്കുണ്ട്. ആ സിസ്റ്റം ഏത് രാജ്യത്തും സിസ്റ്റമാണ് പ്രധാനം. മികച്ച പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റമാണ് പ്രധാനം. ആ സിസ്റ്റം തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് ഉണ്ട്. ഓസ്ട്രേലിയ ഇതിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ചൂളിപ്പോകുന്നവരല്ല.
അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയ അത്രയും പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെട്ടു പോകും അല്ലെങ്കിൽ ലോങ് ടേമിൽ വലിയ ബുദ്ധിമുട്ടാകും എന്നൊന്നും ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഒരു യാഥാർത്ഥ്യമുണ്ട്, പാറ്റ് കമ്മിൻസും ജോഷ് ഹേസൽവുഡും മിച്ചൽ സ്റ്റാർക്കും പോകുന്നതോടുകൂടി ശരിയായ ഒരു പ്രതിസന്ധി അവർ നേരിടും. അതിനെ മറികടക്കാൻ എങ്ങനെ അവർക്ക് കഴിയുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ഓസ്ട്രേലിയക്ക് നമ്മളെല്ലാം എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ലെജൻഡറി ടീമായ ഓസ്ട്രേലിയക്ക് അതിനെ മറികടക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.